ഏഴാമത്തെ സീസണിലൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അത് ഇനി എന്ത് തന്നെയാലും എന്ത് സംഭവിച്ചാലും അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന കണ്ടസ്റ്റൻസുകളായിരുന്നു ഇത്തവണത്തെ എല്ലാ കണ്ടസ്റ്റൻസും. എനിക്ക് റീ എൻട്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ചേട്ടനാണെങ്കിലും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഈവൻ നമ്മുടെ സരിക ചേച്ചി കലാഭവൻ സരിക ചേച്ചി ആണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും വരാനുള്ളത് വരട്ടെ, പറഞ്ഞു തീർക്കുക, പറയാനുള്ളത് ഇവിടെ തീർത്തിട്ട് പോവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പം 100 ദിവസം നിന്നവരാണെങ്കിലും കപ്പ് നേടിയവരാണെങ്കിലും എല്ലാവരും തന്നെ അതിൽ ഒരേപോലെ കണ്ടസ്റ്റൻസുകളാണ്. അപ്പം ഓരോ ആൾക്കാരും അറിഞ്ഞും അറിയാതെയും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസുകൾക്കുണ്ടായ ദുരനുഭവങ്ങളാണ് അന്ന് അവിടെ പ്രതികരണമായിട്ട് വന്നത്. അപ്പം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യും. അതിന് നമുക്ക് ഒരു PR-മാരെയും പേടിച്ച് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളത് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൈബർ ആക്രമണങ്ങൾ അതിഭീകരമായിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ രണ്ടാമത് കാര്യങ്ങൾ ചോദ്യം ചെയ്തത്. അത്രേ ഉള്ളൂ.